നീ ഒരു മോശം സ്റ്റുഡൻ്റ് ആണ്, അവനെ പഠിക്കാൻ ഒട്ടും കഴിവില്ല. നിന്റെ അനിയനെ നോക്ക്, നിന്നെക്കാളും ചെറിയ ക്ലാസ്സിലാണ്, എന്നാലും നിന്നെക്കാളും എഴുതാനും വായിക്കാനും അവന് സാധിക്കുന്നുണ്ട്. ഇത്ര വലിയ ക്ലാസ്സിലെത്തിയിട്ട് ഈ ഒരു കുഞ്ഞു വാക്ക് പോലും വായിക്കാൻ നിന്നെ കൊണ്ട് സാധിക്കുന്നില്ലേ? ഇത്തരത്തിലുള്ള കുറ്റപ്പെടുത്തലുകളും കളിയാക്കലുകളും കമ്പയറിംഗ് ഒക്കെ ആയിരിക്കും ഒരു ലേണിംഗ് ഡിഫിക്കൽറ്റി അല്ലെങ്കിൽ ഡിസബിലിറ്റി ഉള്ള കുട്ടി ദിവസേന ഫേസ് ചെയ്യുന്നത്. ഇതൊരു പക്ഷെ അവരുടെ മാതാപിതാക്കളിൽ നിന്നോ ടീച്ചേഴ്സിൽ നിന്നോ ഈവൻ അവരുടെ ക്ലാസ്മേറ്റ്സിൽ നിന്നോ തന്നെ ആവാം. ലേണിംഗ് ഡിഫിക്കൽറ്റി അല്ലെങ്കിൽ ഡിസബിലിറ്റി ഒരു കുട്ടിയുടെ അക്കാഡമിക്സിനെ മാത്രമല്ല, ആ കുട്ടിയുടെ മെന്റൽ ഹെൽത്തിനെയും ഇമോഷണൽ ഹെൽത്തിനെയും കൂടി ബാധിക്കുന്നുണ്ട്. റിപ്പീറ്റഡ് ആയിട്ട് ഇത്തരത്തിലുള്ള കമന്റുകൾ കേൾക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സെൽഫ് എസ്റ്റീമും സെൽഫ് കോൺഫിഡൻസ് ഒക്കെ കുറവായിരിക്കും. ഇനി എന്നെ ക്ലാസ്സിൽ വായിക്കാൻ വിളിക്കുമോ എന്നുള്ളൊരു പേടിയിൽ നിന്ന് ചിലപ്പോൾ അവരുടെ ഒരു ആൻസൈറ്റി വരെ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇനി ചില കേസുകളിൽ മറ്റുള്ളവരെ കളിയാക്കുന്നതിന്റെ പേരിലോ അല്ലെങ്കിൽ ഞാൻ മറ്റുള്ള സ്റ്റുഡൻസിന് അത്ര പോരാ എന്ന കുട്ടിക്കുള്ള സ്വയം തോന്നലിന്റെ പേരിലോ സ്കൂളിൽ പോകാൻ ഒരു മടിയോ പേടിയോ ഡെവലപ്പ് ചെയ്യാം. ചില കുട്ടികൾക്കിലാണെങ്കിൽ അമിതമായ വാശി, ദേഷ്യം എന്നുള്ള രീതിയിലൊക്കെ സ്വഭാവ പ്രശ്നങ്ങളും കാണാവുന്നതാണ്. പതിയെ അവരുടെ ഉള്ളിൽ തന്നെ ഞാനൊരു മോശം സ്റ്റുഡൻ്റ് ആണ്, എനിക്ക് പഠിക്കാനുള്ള കഴിവില്ല, എന്നെ കൊണ്ട് സാധിക്കത്തില്ല എന്നുള്ളൊരു ബിലീഫ് അവരുടെ ഉള്ളിൽ ഫോം ചെയ്യും. ബട്ട് ദ ട്രൂത്ത് ഈസ് ദേ ആർ നോട്ട്. ഇവിടെ അവർക്ക് പഠിക്കാൻ കഴിവില്ല എന്നുള്ളതിനപ്പുറത്തോട്ട് അവരെ പരിഗണിക്കുന്ന രീതിയിലുള്ള, അവർക്കും കൂടി മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പഠന രീതി നമ്മുടെ സ്കൂളുകളിൽ ഇല്ല എന്നുള്ളതാണ്. ഇനി ഉണ്ടെങ്കിലും അത് പ്രാവർത്തികമാക്കുന്നിടത്ത് പലതരത്തിലുള്ള ലിമിറ്റേഷൻസും സ്കൂളുകൾ ഫേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഓരോരുത്തർ ശ്രദ്ധിക്കേണ്ടത് അവരെ കുറ്റപ്പെടുത്തി അവരിലുള്ള ആത്മവിശ്വാസത്തെ കുറക്കുന്നതിന് പകരം അതിനെ ബൂസ്റ്റ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. കാരണം ഒരു സെൽഫ് കോൺഫിഡൻ്റ് ആയ കുട്ടിക്ക് എന്തും പഠിച്ചെടുക്കാനുള്ള ഒരു കഴിവുണ്ടാകും.